ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ട് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീനിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഒന്നാമതായിട്ട് ദ ബ്രോഡ് സ്പെക്ട്രം ഇതിൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇതിൽ കാണുന്ന PA++++ മൂന്നെണ്ണത്തിൽ കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം UVA റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിന് വേണ്ട ബെസ്റ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇത് എന്നാണ്. രണ്ടാമതായിട്ട് നോൺ ഗ്രീസി ആൻഡ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ പോർസ് ഒന്നും ബ്ലോക്ക് ചെയ്യില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സ്കിൻ അബ്സോർബ് ചെയ്യുന്നതാണ്. അതുപോലെ സ്കിൻ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. കൂടാതെ സ്കിന്നിനെ ബ്ലൂ ലൈറ്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിന്നിലെ വൈറ്റമിൻ ഇ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുമുണ്ട്. അടുത്തതായി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒന്നാമതായിട്ട് ഹൈലറോണിക് ആസിഡ് ആണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിലുണ്ട്. അതുപോലെ സ്കിൻ റീപ്ലനിഷിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. സ്കിന്നിൽ കൊളാജൻ നിലനിർത്താനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത് വൈറ്റമിൻ ഇ. ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസുകളുണ്ട്. സൺ ഡാമേജ് റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയാനുള്ളത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. UV റേസിനെ അബ്സോർബ് ചെയ്യുന്നതിൽ നിന്നും സ്കിന്നിനെ ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നാലാമത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഡ്രൈ ഫ്രീ ആണ്, അതുപോലെ തന്നെ മിനറലും ഫ്രീ ആണ്. ഹൗ ടു യൂസ്, നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫേസ്, നെക്ക്, അതുപോലെ എവിടെയൊക്കെ എക്സ്പോസ് ഏരിയ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ ഉള്ളിലോ ആവാണ്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുകയും വേണം. ഈ ഒരു സൺസ്ക്രീൻ 4 മണിക്കൂർ വരെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം റീഅപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നൊരു കാര്യം, സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫേസ് നന്നായി ക്ലൻസ് ചെയ്യുക. സെറം യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അത് സൺസ്ക്രീൻ ബെസ്റ്റ് റിസൾട്ട് തരും. അടുത്തതായി ഇത് ആർക്കൊക്കെ സ്യൂട്ടബിൾ ആണെന്ന് നോക്കാം. ഇത് ഓൾ സ്കിൻ ടൈപ്പിനെ യൂസ് ചെയ്യാം. ബട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർ മോയ്സ്ചറൈസിങ് യൂസ് ചെയ്ത ശേഷം യൂസ് ആക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇത് ബെസ്റ്റ് റിസൾട്ട് തരുന്നതായിരിക്കും. അടുത്തതായി ഇതിലെ ബാക്കി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കാം. ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ഡു എ പാച്ച് ടെസ്റ്റ്. ആദ്യമായിട്ട് യൂസ് ആക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം യൂസ് ആക്കാൻ നോക്കുക. വീഡിയോ എല്ലാവർക്കും അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.